നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ US നിന്ന് ട്രംപ് പുതിയതായിട്ട് ഏപ്രിൽ 2 മുതൽ അവിടെ ഓട്ടോ താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ ഏർപ്പെടുത്തുന്ന ന്യൂസ് ആണ് ഇന്നലെ പുതിയതായിട്ട് വന്നത്. അത് പ്രകാരം യൂറോപ്യൻ മാർക്കറ്റിൽ വലിയൊരു ഇടിവ് കണ്ടു, ഏഷ്യൻ മാർക്കറ്റിൽ വലിയൊരു ഇടിവ് കണ്ടു, ഈവൻ US മാർക്കറ്റും ഇടിഞ്ഞു. ഈവൻ US മാർക്കറ്റിലുള്ള ഓട്ടോ കമ്പനീസും ഇടിഞ്ഞു. കാരണം US ഓട്ടോ കമ്പനീസ് അവരുടെ കമ്പോണൻ്റ് എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത് മെക്സിക്കോയിൽ നിന്നാണ്. അപ്പോൾ മെക്സിക്കോക്ക് താരിഫ് വരുമ്പോൾ US കമ്പനികൾക്ക് അധിക ഭാരം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് US റിസഷൻ സാധ്യതകളെല്ലാം തന്നെ അനലിസ്റ്റുകൾ കുറച്ച് അനലിസ്റ്റുകളും കൂടി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഈവൻ US നിന്ന് മികച്ച ഒരു GDP ഡേറ്റ ആയിരുന്നിട്ട് കൂടിയും ന്യൂസ് മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈവൻ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ അവഗണിച്ച് ഇന്ത്യൻ മാർക്കറ്റ് FISൻ്റെ കനത്ത ബൈയിങ് കാരണം ഒരു ദിവസം മാത്രം ബ്രേക്ക് എടുത്ത ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും ഇന്നലെ റാലി രേഖപ്പെടുത്തി. അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞാൽ ട്രേഡേഴ്സിനെല്ലാം തന്നെ കബളിപ്പിച്ചാണ് മാർക്കറ്റ് തിരിച്ചു കയറി പോയിട്ടുള്ളത്. അതായത് ഇങ്ങനെയുള്ള ന്യൂസുകളുണ്ട്, എന്നാൽ പിന്നെ മാർക്കറ്റ് ഇടിഞ്ഞേക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ചിന്തയ്ക്ക് വിരുദ്ധമായിട്ട് ഇന്നലെ മാർക്കറ്റ് ആദ്യത്തെ 5 മിനിറ്റിൽ 100 പോയിൻ്റ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാക്കിയതിന് ശേഷം, മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയ ഡൗണിന് ശേഷം ഇന്നലത്തെ ഡേ ലോയിൽ നിന്ന് 250ഓളം പോയിൻ്റ് റാലി രേഖപ്പെടുത്തി ആണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. പക്ഷേ സ്റ്റിൽ 23,500 എന്ന റേഞ്ചിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാനായിട്ടും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നലത്തെ കഥ. നേരത്തെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. കാണാൻ ഏറ്റവും താഴെ നാസ്ഡാക്ക് നെഗറ്റീവായിരുന്നു, ഡോ നെഗറ്റീവായിരുന്നു, യൂറോപ്യൻ മാർക്കറ്റ് 3 നെഗറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് കാണാം 2% ഇടിവ്. ഓൾറെഡി തന്നെ 2% ജപ്പാൻ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുള്ളത്. കോസ്പി കൊറിയ 1.5% ഇടിവ്. ചൈനയും ഓസ്ട്രേലിയയും പ്രശ്നമില്ല. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 3065. ഇനി ഗോൾഡ് വാങ്ങുക എന്ന് പറയുന്നത് ഇപ്പോൾ പാവരുടെ ആയിക്കോട്ടെ, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിട്ട് മാറി. ബ്രൻ്റ് ഓയിൽ 73 സ്പൈക്ക് ചെയ്തു, ബിറ്റ്കോയിനും 87,000 എന്ന നിലയിൽ. അപ്പോൾ ഇതിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഗോൾഡൊക്കെ നമുക്ക് ഒരു ആഭരണം എന്ന രീതിയിലൊക്കെ വാങ്ങുന്നത് വളരെയധികം നമ്മളെ ബഡ്ജറ്റൊക്കെ നമ്മുടെ ബഡ്ജറ്റൊക്കെ മറികടന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റ്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്, ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. വളരെ സാവധാനം കമ്പനിയുടെ നെയിംസ് എല്ലാം തന്നെ പറയാൻ ശ്രമിക്കുക. അൾട്രാടെക് സിമെൻറ്റ് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള സിമെൻറ്റ് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് അൾട്രാടെക് സിമെൻറ്റ്. വളരെ അടുത്ത് തന്നെ കേബിൾ ബിസിനസ്സിലേക്കും ഇവർ കടന്നു വന്നിരുന്നു. അപ്പോൾ അൾട്രാടെക് സിമെൻറ്റ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് കമ്പനി ആണെന്നിരിക്കെ ഇവർ മധ്യപ്രദേശിൽ പുതിയൊരു പ്ലാന്റ് ഓപ്പൺ ചെയ്യുകയും ഇവരുടെ സിമെൻറ്റ് കപ്പാസിറ്റി ഉയർത്താനായിട്ട് കമ്പനി തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് മോട്ടേഴ്സ് ഓട്ടോമൊബൈൽ സെക്ടറിലെ കമ്പനിയാണ് ഫോഴ്സ് മോട്ടേഴ്സ്. അപ്പോൾ നമുക്കറിയാം അവരുടെ എല്ലാം തന്നെ ഫോഴ്സിൻ്റെ പാസഞ്ചർ വാഹനങ്ങളും ഉണ്ട്, ഇവർക്ക് കൊമേഴ്ഷ്യൽ വാഹനങ്ങളും ഉണ്ട്. അപ്പോൾ ഇവരുടെ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് ഇന്ത്യൻ ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് ഓർഡറുകൾ ലഭിച്ചു. ഏഷ്യൻ പെയിൻറ്റ് സെക്ടറിലെ ലീഡിംഗ് കമ്പനിയാണ് ഏഷ്യൻ പെയിൻറ്റ്. ഗുജറാത്തിൽ അവരുടെ പുതിയ പ്ലാന്റ് ഓപ്പൺ ചെയ്തു. ഈ പ്ലാന്റ് ഓപ്പൺ ചെയ്തു കമ്പനിയുടെ ഓവറോൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുകയാണ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു പ്ലാനിലൊക്കെ 2,500 കോടി രൂപയാണ് കമ്പനി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പെയിൻറ്റ് നിർമ്മാണ പ്ലാന്റാണ് ഏഷ്യൻ പെയിൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സെൻ ടെക്നോളജി കമ്പനിക്ക് ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് 152 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. DCM ശ്രീരാം കമ്പനി ഇവർ 131 കോടി രൂപയ്ക്ക് ഇവരുടെ പുതിയ പ്ലാന്റ് കമ്പനി സെറ്റപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസാണ് ഉള്ളത്. ഡിക്സൺ ടെക് കമ്പനി ഇവർ സിഗ്നിഫി എന്ന് പറഞ്ഞ ഒരു കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഇൻഫോസിസ് യൂറോപ്പിലുള്ള ഒരു കമ്പനിയായിട്ട് യൂറോപ്പിൽ നിന്നുള്ളൊരു കമ്പനിയിൽ നിന്ന് ഇൻഫോസിസിന് പുതിയ ഓർഡർ ലഭിച്ചു. യുഫ്ലക്സ് കമ്പനി ലൈസ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളുടെ എല്ലാം തന്നെ പാക്കിംഗ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് യുഫ്ലക്സ്. ഈ ഫിലിം ബേസ്ഡ് പാക്കിങ്. അപ്പോൾ മെക്സിക്കോയിൽ
ഈ യുഫ്ലക്സ് പുതിയ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി ആരംഭിച്ചു. HCL ടെക് IT കമ്പനിയാണ് സാംസങ്ങായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് ആരംഭിച്ചു. സെൻസാർ കമ്പനി ടെൻസ്കോ എന്ന് പറയുന്ന UK ബേസ്ഡ് ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് സെൻസാർ ടെക് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അതല്ലെങ്കിൽ സെൻസാർ ടെക്കിന് UK നിന്ന് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു ഓർഡർ ലഭിച്ചു. M&M കമ്പനി മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രക്ക് ഡിഫൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യൻ ഡിഫൻസിൻ്റെ ഭാഗത്തുനിന്ന് ഓർഡർ ലഭിച്ചു. ആൻ്റണി വേസ്റ്റ് കമ്പനി എൻവിയോർ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ഒരു മെർജർ കമ്പനി നടത്തി ബോർഡ് അംഗീകാരം കൊടുത്തു. ജിയോ ഫിനാൻസ് ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാണ്. എസ്പെഷ്യലി ജിയോ പേയ്മെൻറ്റ് ബാങ്കിലെല്ലാം തന്നെ ഇവർ ഫണ്ട് സ്പെൻഡ് ചെയ്തിട്ട് ബിസിനസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. DCM ശ്രീരാം കമ്പനി ഉത്തർപ്രദേശിൽ ഇവർ പുതിയ പ്ലാന്റ് കമ്പനി ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. DCM ശ്രീരാം കമ്പനി. ABS മറൈൻ കമ്പനിക്ക് ONGCയുടെ ഭാഗത്തുനിന്ന് ഓർഡർ ലഭിച്ചു. ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനി അവർക്കും 1385 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ആദാനി ഗ്രീൻ കമ്പനി ഗുജറാത്തിൽ ഇവരുടെ പുതിയ പ്ലാന്റിൽ നിന്നുള്ള കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു. ആദാനി ഗ്രീൻ. ഇതാണ് ഇപ്പോൾ ഉള്ള വാർത്തകൾ. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസ് എടുത്താം. താങ്ക് യു.